ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എജുപോർട്ടിൻ്റെ ഇങ്കൽ ക്യാമ്പസിൻ്റെ അടുത്തുള്ള സുബൈദാസ് പെൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റലാട്ടോ. എജുപോർട്ടിൻ്റെ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും നീറ്റ് ജെഇ റിപ്പീറ്റ് ബാച്ചൊക്കെ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണ് ഇത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അവരുടെ സ്റ്റഡി ഹാളും റൂമും പിന്നെ എങ്ങനെയാണ് അവിടെ കുട്ടികൾ പഠിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്റ്റലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇങ്കൽ ക്യാമ്പസിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റുഡൻസിന് ഒരിക്കലും ടൈം വേസ്റ്റ് ആവില്ല. കാരണം ഇവിടെ നിന്ന് അവർ ഇങ്കൽ ക്യാമ്പസിലേക്ക് പോകുന്നു, അവിടെ തിരിച്ചു വരുന്നു. അവിടെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനുള്ളത് ഭയങ്കര എഫക്റ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റലിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റഡി ഹാളൊക്കെ കണ്ട സമയത്ത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ച സമയത്തുണ്ടല്ലോ, വെറും നല്ല അഭിപ്രായം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. 5 ഫ്ലോറാണ് ഹോസ്റ്റൽ വരുന്നത്. എൻ്റെ ഓരോ ഫ്ലോറിലും 4 ഷെയറിങ് 6 ഷെയറിങ് റൂംസ് ഉണ്ട്. അതിൽ കൂടുതലായിട്ട് 4 ഷെയറിങ് റൂംസ് ആണുള്ളത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിങ്ങൾ സെക്യൂരിറ്റി ഉണ്ടാവും. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ വാർഡൻ ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് ഇവിടെ റിസപ്ഷൻ ഏരിയ പോലെ കാണാം. ഇവിടെയാണ് നിങ്ങളുടെ വാർഡനൊക്കെ ഉണ്ടാവുക. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലോണ്ട്രി കാണുന്നുണ്ട് അല്ലേ. കുറേ കുട്ടികളെ ലോണ്ട്രി കളക്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവില്ല. നിങ്ങൾ ഇനി അലക്കാനാണെങ്കിലും ഡ്രസ്സ് ഉണക്കാൻ വേണ്ടിയിട്ടൊന്നും ടൈം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ലോണ്ട്രി ഇവർ തന്നെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും. ഇവിടെ കാണുകയാണെങ്കിൽ എനിക്ക് CCTV ഒക്കെ കാണാം. അപ്പോൾ നിങ്ങളുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഫുൾ CCTV സർവൈലൻസ് ആണുള്ളത്. CCTVയിൽ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ സ്റ്റഡി ഹാളും റൂമിൻ്റെ വരാന്തയൊക്കെ ആയിട്ട് നിങ്ങളെ സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും വാർഡന്. നിങ്ങൾ എന്തായാലും ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഹോസ്റ്റലിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വാർഡൻ്റെ അടുത്ത് രജിസ്റ്റർ, നിങ്ങളുടെ ഫോൺ കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ റൂമും പിന്നെ സ്റ്റഡി ഹാളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം ലിഫ്റ്റ് തന്നെയാണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. 5th ഫ്ലോർ വരെ സ്റ്റഡി ഹാൾ വരെ നിങ്ങൾക്ക് ലിഫ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കുറേ റൂമുണ്ട്. പിന്നെ മുകളിലേക്കൊക്കെ ഇനിയുള്ള 2-3 ഫ്ലോറിലൊക്കെ റൂംസ് ആണുള്ളത്. ഏറ്റവും ലാസ്റ്റ് മുകളിൽ ടെറസിൻ്റെ അവിടെയാണെങ്കിൽ സ്റ്റഡി ഹാളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് മുകളിൽ സ്റ്റഡി ഹാൾ പോയിട്ട് കാണാം ഫസ്റ്റ്. ഈ സുബൈദാസ് പെൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റലിൽ തന്നെ മുകളിൽ 4 സ്റ്റഡി ഹാൾ വരുന്നുണ്ട്. 4 എയർ കണ്ടീഷൻഡ് ആണ്, വെൽ ലൈറ്റഡ് ആണ്. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. പിന്നെ ഓരോരുത്തർക്ക് സ്വന്തം ക്യൂബിക്കിൾ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഓരോരുത്തർക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഫെസിലിറ്റിയും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോയിരിക്കുക, എങ്കിൽ ക്യാമ്പസിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റഡി ഹാൾ ഫ്രീ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇപ്പോൾ കയറി പോവുകയാണെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് ഓരോ ക്യൂബിക്കിളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സിമ്പിളായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് ക്യൂബിക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്റ്റർബൻസ് ഇല്ല, ഡിസ്ട്രാക്ഷൻസ് ഇല്ല. നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയൊരു വിഷൻ ബോർഡ് ഒട്ടിച്ച് വെക്കാൻ പറ്റിയ സ്ഥലം വരെയുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ക്യൂബിക്കിളിൽ ഇരുന്ന് പഠിക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നല്ല ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാം വിത്ത് AC. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. ഇത് നല്ല നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ക്ലീനിങ് സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. സാധാരണ എല്ലാവരും പറയുന്ന കംപ്ലയിൻറ്റ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അത്യാവശ്യം സൗകര്യം ഉണ്ടാവില്ല, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയ്ക്ക് ആ നീറ്റ് ആസ്പിരൻ്റ് നന്നായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ, ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാവുക, സൈലൻ്റ് ആയിട്ട് കാമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ്. അതെന്തായാലും എജുപോർട്ട് ഈ ക്യാമ്പസിൽ ഉറപ്പായിട്ട് നൽകുന്നു. ഒരു ഹോസ്റ്റൽ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് റൂമുകളിലെ. അപ്പോൾ ഓരോരുത്തർ റൂം ഞാൻ കാണിച്ചു തരാം. താഴത്തെ ഫ്ലോറിലൊക്കെയാണ് റൂം വരുന്നത്. 4 ഷെയറിങ്ങും പിന്നെ ഒരു ഫ്ലോറിൽ 6 ഷെയറിങ് ഒരു റൂമും വരുന്നുണ്ട്. അപ്പോൾ 4 ഷെയറിങ് റൂംസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂം കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ 3-4 റൂംസ് ഉണ്ടാവും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. പിന്നെ അവിടെ ഒരു ബാത്റൂമും ഉണ്ടാവും കേട്ടോ. കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു റൂം കാണിച്ചിട്ട് 4 ഷെയറിങ് ആയിട്ടുള്ള റൂമാണിത്. 4 ബെഡ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഉള്ളത് ഇവിടെ നിങ്ങളുടെ കബോർഡ്സ്, ലോക്കേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ കബോർഡ് ഉണ്ട്. 4 ആൾക്കും വെക്കാൻ പറ്റിയ 4 സ്പേസുള്ള നിങ്ങളുടെ ബുക്സും ഷെൽഫ് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ കബോർഡാണുള്ളത്. ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം വെൽ മെയിൻറ്റെയിൻ ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഷവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഒരു ബാത്റൂമും ഈ റൂമിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അവിടെ ഒരു ബാത്റൂം വരും. ഒരു 4 റൂമിന് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റൂമിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ്. ഇത് നിങ്ങൾ കൊണ്ടെടുക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ റൂം. പിന്നെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ റിപ്പീറ്റേഴ്സ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റൂം ഇതായിരിക്കും. എജുപോർട്ടിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പോലും സ്വന്തം ഡ്രസ്സ് കഴുകാൻ അല്ലെങ്കിൽ ലോണ്ടറി ചെയ്യാൻ വേണ്ടി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവർ ലോണ്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പുറത്ത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നല്ലോ ഓൾറെഡി ലോണ്ടറി. നിങ്ങൾക്ക് തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവർ കളക്ട് ചെയ്ത് വെക്കും.
എന്നിട്ട് നിങ്ങളുടെ ഓരോ പേരൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഇവർ തന്നെ ലോണ്ടറി ചെയ്തുതരും. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റായിട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവിടുന്ന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ആട്ടോ ലോണ്ടറിക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, അവർ ലോണ്ടറി സർവീസ് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ ഡ്രസ്സ് ഉണക്കി ഇസ്തിരി ഇട്ടിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിരും. ഈ ലോണ്ടറി ഏരിയൻ്റെ അടുത്ത് തന്നെ ആട്ടോ മെസ്സും വരുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാനാവുന്ന സമയത്ത് മെസ്സിൽ വന്നിട്ട് മെസ്സിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു. അപ്പോൾ ഇതാണ് സുബൈദ പെൻറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങൾ. എജുപോർട്ടിൻ്റെ റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ഗേൾസിൻ്റെ ഹോസ്റ്റലാട്ടോ ഇത്. ഇനി വരാൻ പോകുന്ന റിപ്പീറ്റേഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നത് ഈ ഹോസ്റ്റലിലേക്കായിരിക്കും വിത്ത് ഫുൾ ഫെസിലിറ്റി. ഇതൊക്കെയാണ് ഹോസ്റ്റലിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ വേറെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.